പൃഥ്വിരാജ് അഭിനയിച്ച ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം നമ്മളിൽ പലരും കണ്ട സിനിമയാണത്. ആ സിനിമയിൽ നജീബ് എന്നൊരു മലയാളി വിദൂര മരുഭൂമിയിൽ ഒരു മൃഗതുല്യമായ ജീവിതം നയിച്ചതിൻ്റെ ദയനീയമായ കഥയാണ് പറയുന്നത്. നിരവധി ആടുകളെ വളർത്തിയിരുന്ന ഒരു കൂട്, അവിടെ ഉപേക്ഷിക്കപ്പെട്ട മട്ടിലുള്ളൊരു പഴയ വാഹനം, അവിടെ നജീബ് ആടുകൾക്കൊപ്പം ദുരിത ജീവിതം അനുഭവിച്ച ആ പശ്ചാത്തലം, ഇതൊന്നും ഒരാളും മറക്കില്ല. ആ ഭൂമിയിലേക്ക്, ആ നാട്ടിലേക്ക്, ആ പ്രദേശത്തേക്കാണ് ഞാൻ ഹാബിസിനൊപ്പം ഇപ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, വാദിറമ്മിലേക്ക്. പെട്ര എന്ന ചരിത്ര നഗരത്തിൽ നിന്ന് നമ്മളിപ്പം മല കയറി ഓടിക്കൊണ്ടിരിക്കുകയാണ്. വിജനമായ പ്രദേശങ്ങൾ, ആ മലകൾക്കൊക്കെ ഒരു സൗന്ദര്യമുണ്ട്. ചിത്രീകരണത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളാണ്. വീണ്ടും അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു വശത്ത് കുറേ പഴയ വീടുകളുടെ ഒരു ഗ്രാമം കാണാം. ട്രഡീഷണലായ ജോർദാനിയൻ വീടുകളുടെ ഒരു ഗ്രാമം. ഞാൻ ഹാബിസിനോട് ചോദിച്ചു, ഇതേതാണ് ഈ ഗ്രാമം? അപ്പോൾ ഹാബിസ് പറഞ്ഞു, അത് പണ്ടൊരു ഗ്രാമമായിരുന്നു, ഇപ്പോൾ ഗ്രാമമല്ല, ഇപ്പോൾ അതൊരു റിസോർട്ടാണ്. തെയ്ബത്ത് സാമാൻ എന്ന് പറയുന്ന ഒരു റിസോർട്ട്. ആ പഴയ ശൈലിയിൽ തന്നെ, ആ ഗോത്ര ശൈലിയിലുള്ള വീടുകളായി നിലനിർത്തിക്കൊണ്ട് അതൊക്കെ ഇന്ന് ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള കോട്ടേജുകളാക്കി മാറ്റി. ഗംഭീരമായ ആംബിയൻസാണത്. അപ്പോൾ ഇത്തരത്തിൽ ടൂറിസത്തിൽ പുതിയ മുന്നേറ്റങ്ങൾ നടക്കുന്നൊരു നാടാണ് ജോർദാൻ. ആ കാഴ്ചകളൊക്കെ കൊണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി നമ്മൾ പ്രധാന ഹൈവേയിലേക്ക് കയറി. കിങ്സ് വേ എന്നറിയപ്പെടുന്ന ഒരു പുരാതന പാതയാണ്. പോകുന്ന വഴിക്ക് പലയിടത്തും ബദൂവിയൻ കൂടാരങ്ങൾ പോലുള്ള ടെൻറ്റുകളൊക്കെ പോലുള്ള ഫെസിലിറ്റികൾ, അവിടെ ടൂറിസ്റ്റുകൾക്ക് വന്ന് താമസിക്കാനുള്ള ഫെസിലിറ്റികളാണത്. ദീർഘദൂരം ഓടി ചില പട്ടണങ്ങൾ, ചെറിയ ഗ്രാമങ്ങൾ ഒക്കെ പിന്നിട്ട് വീണ്ടും നമ്മൾ ഇടത്തേക്കുള്ളൊരു പാതയിലേക്ക് തിരിഞ്ഞു. ആ പാതയാണ് മരുഭൂമിക്ക് നടുവിലൂടെ വാദിറം വരെ നീണ്ടു കിടക്കുന്നത്. അങ്ങനെ കുറേ ദൂരം ഓടി കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഹാബിസ് ആ മരുഭൂമിയുടെ നടുവിൽ ഒറ്റപ്പെട്ട ഒരു കെട്ടിടം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അതെന്താണെന്നറിയുമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. അത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷൻ ഈ മരുഭൂമിയിലോ? അതെ, ഇതിലൂടെ റെയിൽവേ ലൈനുണ്ട്, റെയിൽവേ സ്റ്റേഷനുണ്ട്. അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഇത് നിങ്ങൾക്കറിയുമോ, ഇവിടെയാണ് ലോകപ്രശസ്തമായ ലോറൻസ് ഓഫ് അറേബ്യ എന്ന സിനിമ ഷൂട്ട് ചെയ്തത്. ആ റെയിൽവേ സ്റ്റേഷനാണത്. അതുകൂടാതെ അവിടെ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട്. ലോറൻസ് ഓഫ് അറേബ്യയുടെ പല സീനുകളും ഷൂട്ട് ചെയ്ത ട്രെയിനാണത്. 1917 18 ഒക്കെ സാഹചര്യങ്ങൾ പുനഃസൃഷ്ടിച്ച് 1962 ഇറങ്ങിയ ഹോളിവുഡ് സിനിമയാണ് ലോറൻസ് ഓഫ് അറേബ്യ. അതൊരു വലിയ ഹിറ്റായി മാറിയിരുന്നു. 7 ഓസ്കാർ അവാർഡുകളൊക്കെ കിട്ടിയ ഒരു വമ്പൻ സിനിമ, ലോകം മുഴുവൻ അപ്രീഷിയേറ്റ് ചെയ്തൊരു സിനിമ. ഈ ലോറൻസ് ഓഫ് അറേബ്യ എന്ന് പറയുന്നത് ടി ലോറൻസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് സൈനിക ഓഫീസറുടെ കഥയാണ്. ടി ലോറൻസിനെ ബ്രിട്ടൻ ഈ പ്രദേശത്തേക്ക് നിയമിക്കുകയായിരുന്നു സൈന്യവുമായിട്ട്. അക്കാലത്ത് ഈ പ്രദേശമൊക്കെ ഭരിച്ചിരുന്നത് ഓട്ടോമൻ തുർക്കികളാണ്. ഈ ഓട്ടോമൻ തുർക്കികളെ പരാജയപ്പെടുത്താൻ ഈ പ്രദേശത്തെ ഗോത്ര മനുഷ്യരെല്ലാം കിണഞ്ഞ് പരിശ്രമിച്ചിരുന്ന കാലമാണ്. ഇവിടുത്തെ അറബികൾക്ക് ഓട്ടോമൻ തുർക്കികളെ ഈ പ്രദേശത്ത് നിന്ന് ഓടിക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അങ്ങനെയാണ് ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടി ഇവർ യുദ്ധം നയിക്കുന്നത്. പക്ഷേ ഓട്ടോമൻ തുർക്കികളെ നേരിട്ട് യുദ്ധത്തിലൂടെ പരാജയപ്പെടുത്താൻ ഇവിടുത്തെ അറബികൾക്കോ അവരുടെ ഗറില്ല സൈന്യത്തിനോ കഴിയുമായിരുന്നില്ല. പക്ഷേ അവരെ അതിന് സജ്ജമാക്കിയതും പരിശീലിപ്പിച്ചതും ഒക്കെ ബ്രിട്ടൻ്റെ പിന്തുണയോടുകൂടി ഈ ടി ലോറൻസാണ്. ടി ലോറൻസ് ദീർഘകാലം ഈ അറബികളുടെ ഒപ്പം ജീവിച്ചു, അവരിലൊരാളായി ജീവിച്ചു, അവർക്ക് സൈനിക പരിശീലനം നൽകി. അങ്ങനെ അവരെ ഒളിപ്പോരിലൂടെയും നേരിട്ടുള്ള യുദ്ധത്തിലൂടെയും ഒക്കെ ഈ ഓട്ടോമൻ തുർക്കികൾ ഈ പ്രദേശത്ത് നിന്ന് ഒഴിവാക്കി വിട്ടു. അങ്ങനെയാണ് ജോർദാൻ്റെ ഈ പ്രദേശമൊക്കെ മോചിപ്പിക്കുന്നത്. അതിൻ്റെ ദീർഘമായൊരു ചരിത്രം, അതിൻ്റെ ഒരു കഥ, രസകരമായ ഒരു കഥയാണ് ലോറൻസ് ഓഫ് അറേബ്യ എന്ന് പറയുന്ന ആ വലിയ ഹോളിവുഡ് സിനിമ. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി വിടും. അപ്പം ഹാബിസ് വണ്ടി അങ്ങോട്ട് വിട്ടു. റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട്, ഒരു പഴഞ്ചൻ ട്രെയിൻ, ഏതാണ്ട് 1 നൂറ്റാണ്ടിൻ്റെ പ്രായമുള്ള ട്രെയിൻ. ഈ ട്രെയിൻ യഥാർത്ഥത്തിൽ സർവീസ് നടത്തിയിരുന്നൊരു ട്രെയിനാണ്. 1959 ഈ ട്രെയിന് ഇവിടേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് 62 ഈ സിനിമ ചിത്രീകരിക്കുന്നതിൻ്റെ വലിയൊരു ഭാഗം ഈ ട്രെയിനിൽ വെച്ച് ചിത്രീകരിച്ചു. ഈ ട്രെയിനിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ചിത്രീകരിച്ചു. ഈ ട്രെയിൻ ലോറൻസ് ഓഫ് അറേബ്യയിലെ ഒരു പ്രധാന കഥാപാത്രം തന്നെയായിരുന്നു. അപ്പോൾ ആ ട്രെയിൻ, ആ ചരിത്രമുള്ള ട്രെയിനാണ് കിടക്കുന്നത്. ഇത് സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു ട്രെയിനല്ല, യഥാർത്ഥത്തിലുള്ള ഒരു ട്രെയിനായിരുന്നു അത്. ആ ട്രെയിനെ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. സിനിമയ്ക്ക് ശേഷം ഈ ട്രെയിന് വീണ്ടും സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോയി, ഹിജാസ് റെയിൽവേയിലൂടെ സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് 2010 ആ ട്രെയിനിനെ വീണ്ടും ഇവിടേക്ക് കൊണ്ടുവരുമായിരുന്നു. ഇവിടെ കൊണ്ടുവന്നൊരു സ്മാരകമായിട്ട് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുകയാണ്, സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ പ്രദേശമാകെ ടൂറിസത്തിലൂടെ വളർന്നപ്പോൾ ഈ ലോറൻസ് ഓഫ് അറേബ്യയുടെ ലൊക്കേഷൻ എന്ന നിലയിൽ ലോകപ്രശസ്തമായി മാറിയപ്പോൾ അത് ചിത്രീകരിച്ച സ്ഥലങ്ങളും അത് ചിത്രീകരിച്ച ട്രെയിനും അത് ചിത്രീകരിച്ച റെയിൽവേ സ്റ്റേഷനും ഒക്കെ കാണാൻ ആളുകൾ വരാൻ തുടങ്ങുന്ന ആ സാഹചര്യത്തിലാണ് ഇതിനെ വീണ്ടും ഇവിടെ കൊണ്ടുവന്നത്. അതോടെ ഇപ്പോൾ ടൂറിസത്തിൻ്റെ വലിയൊരു ആകർഷണമായിട്ട് മാറി. ഞാൻ ക്യാമറയുമായിട്ട് ഈ ട്രെയിനിൻ്റെ സമീപത്തൂടെ അതിൻ്റെ എഞ്ചിൻ മുറിക്കകത്തൊക്കെ കയറി ചെന്നു. ആ എഞ്ചിൻ മുറിക്കകമൊക്കെ ഷൂട്ട് ചെയ്തു. അതിനകത്ത് കയറിച്ചില്ല. എഞ്ചിനിൽ നിന്നിറങ്ങി ഞാൻ പിന്നിലുള്ള കോച്ചുകളിലേക്ക് ചെന്നു.
അതിൽ പല കോച്ചുകളുടെയും വാതിൽ അടച്ചായിട്ടിരിക്കുന്നത്, പൂട്ടിയിട്ടിരിക്കുക, അകത്ത് കയറാൻ പറ്റിയില്ല. ഞാൻ എല്ലാ കോച്ചിൻ്റെയും വാതിലും നോക്കി. അപ്പം അവസാനത്തെ ഒരു കോച്ചിൻ്റെ വാതിൽ തുറന്നാണ് കിടക്കുന്നത്. ഞാൻ അതിനകത്ത് കയറി. ആ ചരിത്രത്തിൻ്റെ ഭാഗമായ ആ ട്രെയിനിൻ്റെ അകത്തെ കാഴ്ചകളും പുറത്തെ കാഴ്ചകളും എല്ലാം ചിത്രീകരിച്ചു. കുറച്ച് സമയം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു. കാരണം ഇത്തരം ചരിത്രം കടന്നുപോയ, നമ്മളുടെ ചരിത്ര പുസ്തകത്തിൽ ഇടം നേടിയ ഇത്തരം സ്ഥലങ്ങളോ സ്ഥാപനങ്ങളോ വസ്തുക്കളോ ഒക്കെ കാണുമ്പോൾ എനിക്ക് അതിനോട് വല്ലാത്തൊരു ഭ്രമവും ആവേശമാണ്. അതെല്ലാം ചിത്രീകരിച്ചെടുത്ത് ഞാൻ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പം ഹാബീസ് ആരോട് രണ്ടുപേരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. അവരെ എനിക്ക് പരിചയപ്പെടുത്തി. അവർ ഈ റെയിൽവേ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ്. കുറച്ച് നേരം അവരുമൊക്കെ ആയിട്ട് കുശലം പറഞ്ഞു നിന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഈ ലോറൻസ് ഓഫ് അറേബ്യ എന്ന സിനിമ മാത്രമല്ല ഈ പ്രദേശത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. റെഡ് പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ, അവിടെ ചൊവ്വയുടെ ഉപരിതലമായിട്ട് ഷൂട്ട് ചെയ്തൊക്കെ ഈ പ്രദേശമാണ്. അതുകൂടാതെ തന്നെ ഹിന്ദി സിനിമയായ ക്രിഷ് 3, രാകേഷ് റോഷൻ്റെ സിനിമ, അത് ഷൂട്ട് ചെയ്ത് അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ്. അതുകൂടാതെ പാഷൻ ഓൺ ദ ഡെസേർട്ട് എന്ന് പറഞ്ഞ സിനിമ, പ്രൊമിറ്റ്യൂസ് എന്ന് പറഞ്ഞൊരു സിനിമ, പിന്നെ ഏറ്റവും അവസാനം നമ്മുടെ ആടുജീവിതം, ഇതെല്ലാം ഷൂട്ട് ചെയ്തൊരു പ്രദേശത്തൂടെയാണ് നമ്മൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വാദിറമ്മിൻ്റെ പ്രദേശം തന്നെയാണ് ഇതൊക്കെ. വളരെ വിശാലമായൊരു പ്രദേശമാക്കി വാദിറം എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉണ്ട്, ജനവാസയിടങ്ങളുണ്ട്. അങ്ങനെ കുറേ ദൂരം കൂടി ഓടി ഒരു ജനവാസയിടമൊക്കെ പിന്നിട്ട് നമ്മൾ വീണ്ടും മെയിൻ റോഡിൽ നിന്നൊരു മൺപാതയിലേക്ക് തിരികെയാണ്. ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം മരുഭൂമിയാണ് കേട്ടോ. വല്ലയിടത്തും കുറച്ച് വീടുകളുണ്ടെന്നുള്ളതല്ലാതെ വൃക്ഷങ്ങളോ മറ്റ് പച്ചപ്പോ ഒന്നുമില്ലാത്ത സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ മൺപാതയിലേക്ക് തിരിഞ്ഞു, മരുഭൂമിയിലെ മൺപാത, ചുറ്റും മണലാരണ്യം മാത്രം. അവിടെ മണലല്ല, കുറച്ച് ഉറച്ചു പോയ മണ്ണാണ്. മഴക്കാലമുണ്ട് ഈ വാതിറമ്മിൽ. ആ മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുകയും വേനൽക്കാലം ആകുമ്പോൾ ആ വെള്ളമെല്ലാം വറ്റിപ്പോവുകയും ചെയ്യുന്ന ഒരു പരന്ന സ്ഥലം. അപ്പോൾ അതിലൂടെ വണ്ടി ഓടി. ഹാബീസ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ വണ്ടി അങ്ങ് നിങ്ങൾ താമസിക്കുന്ന ക്യാമ്പ് വരെ പോവില്ല, ഇതിനിടയ്ക്ക് ഒരു വെൽക്കം സെൻ്റർ ഉണ്ട്, ഒരു എൻട്രൻസ് ഉണ്ട്, അവിടെ ഞാൻ നിങ്ങളെ കൊണ്ടേയാക്കും. അവിടുന്ന് വേറൊരു വണ്ടിയിലാണ്, ഒരു മരുഭൂമിയിൽ ഡെസേർട്ട് സഫാരിക്ക് പോകുന്ന തരത്തിലുള്ള ഒരു വാഹനത്തിലാണ് തുടർന്ന് അങ്ങോട്ട് നിങ്ങളെ കൊണ്ടുപോവുക. അങ്ങനെ കുറേ ഓടി ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു വലിയ കൂടാരത്തിൻ്റെ വലിയൊരു ടെൻറ്റിൻ്റെ സമീപത്തേക്ക് ചെല്ലുന്ന ഒരു പന്തൽ പോലത്തെ ഒരു സ്ഥലം. അതിന് മുമ്പിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി. അവിടെ നിൽക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ജീപ്പ്, ഒരു 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 പ്രത്യേക ശൈലിയിലുള്ള ഒരു പഴഞ്ചൻ സാധനം, ഒരു വാഹനം വരുന്നു. അതിൽ നിന്നൊരാൾ ഇറങ്ങി വരുന്നു. അയാൾക്ക് ഒരു കണ്ണ് കാണില്ല, ഒറ്റ കണ്ണുള്ളൊരു മനുഷ്യൻ. അയാൾ ഇറങ്ങി വന്ന് ഹാബീസിനെ കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു. അറബികൾ പരസ്പരം ഗ്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഹാബീസ് ഇദ്ദേഹത്തെ എനിക്കും പരിചയപ്പെടുത്തി തന്നു. അനാത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഹാബീസ് പറഞ്ഞു, ഇനി ഞാൻ മടങ്ങുകയാണ്. അയാൾ പെട്രയിലെ അദ്ദേഹത്തിൻ്റെ ഇന്നലെ താമസിച്ച ബന്ധു വീട്ടിലേക്ക് തന്നെ പോകും. എന്നിട്ട് നാളെ ഉച്ചയോടുകൂടി വീണ്ടും വരും എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ. അപ്പോൾ അതുവരെ ഇനി ഈ മരുഭൂമിയുടെ വിജനതയിൽ ഒരു കൂടാരത്തിലാണ് എൻ്റെ വാസം. അനാത്താണ് ഇനി എൻ്റെ സംരക്ഷകൻ. അനാത്ത് എന്നെ ഈ ടെൻറ്റിൽ, ഈ കൂടാരത്തിലെത്തിക്കും. അവിടേക്ക് ഇനിയും 7-8 കിലോമീറ്റർ ഈ മരുഭൂമിയുടെ വിജനതയിലൂടെ യാത്ര ചെയ്യണം. അതൊക്കെ അനാത്തിനറിയാം. അപ്പോൾ എൻ്റെ ബാഗ് എടുത്ത് അനാത്തിൻ്റെ ജീപ്പിനകത്ത് വെച്ചു. എന്നിട്ട് ഹാബീസ് യാത്ര പറഞ്ഞു പോയി. ഈ ജീപ്പിൻ്റെ മുമ്പിലിരിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ദുഷ്കരമാണ്, പഴഞ്ചനൊരു വണ്ടിയാണ്. അതിനേക്കാൾ ദുഷ്കരം, ഇദ്ദേഹം വളരെ ശബ്ദത്തിൽ പാട്ടിടും. ഈ മരുഭൂമിയുടെ ഈ വിജനമായ പ്രദേശങ്ങളിലൂടെ, ഈ വണ്ടി ഓടിത്തന്നെ ഉണ്ടായ ചില ചാലുകളിലൂടെ, വഴിത്താരകളിലൂടെ ഒക്കെ ഇങ്ങനെ ഓടുമ്പോൾ വലിയ ശബ്ദത്തിൽ പാട്ടുമായിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. തുള്ളിത്തെറിച്ചാണ് വണ്ടി പോകുന്നത്. പല ഭാഗത്തും വഴി തന്നെയില്ല. അങ്ങനെ കുറേ ദൂരം ഓടി പോകുമ്പോൾ ചില ഭാഗത്തൊക്കെ വെച്ച് ഒട്ടകപ്പുറത്ത് ആളുകൾ ഇങ്ങനെ പോകുന്ന കാണാം. അതൊക്കെ ടൂറിസ്റ്റുകളാണ്. ഞാൻ ഈ താമസിക്കാൻ പോകുന്ന തരത്തിലുള്ള നിരവധി ക്യാമ്പുകൾ അവിടെയുണ്ട്. ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ വന്ന് താമസിക്കുന്നുണ്ട്. ഓരോ വലിയ പാറക്കെട്ടുകളുണ്ടാവും. ഈ പാറക്കെട്ടുകളുടെ മറവിലാണ് ഈ ക്യാമ്പുകൾ വെക്കുക. ഈ മരുഭൂമിയിൽ സന്ധ്യയായി കഴിഞ്ഞാൽ വലിയ മരുക്കാറ്റടിക്കും. ഈ കാറ്റത്ത് ഈ ടെൻറ്റുകളും ഒക്കെ പറപ്പിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് തന്നെ ഈ കാറ്റിൻ്റെ ദിശയ്ക്കിടെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ പാറക്കെട്ടിൻ്റെ മറ്റേ ചെരിവിലാണ് ഈ ടെൻറ്റുകൾ വെക്കുക. അപ്പോൾ ഈ പാറ കാറ്റിനെ തടഞ്ഞു നിർത്തിക്കോളും. അങ്ങനെ നിരവധി കൂടാരങ്ങളൊക്കെ പിന്നിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. അങ്ങനെ ഓടി ഓടി ഒടുവിൽ ഒരു കുറേ കൂടാരങ്ങളുള്ള ഒരു പാറക്കെട്ടിൻ്റെ ചെരിവിലെ ഒരു പ്രദേശത്ത് പോയി വണ്ടി നിന്നു. എന്നിട്ട് അനാത്ത് പറഞ്ഞു, ഇതാണ് നമ്മുടെ സ്ഥലം, ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അവിടെ കുറച്ച് ഒട്ടകങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്, കുറച്ച് ആളനൊക്കെ ഉണ്ട്, കുറേയേറെ കൂടാരങ്ങളുണ്ട്, വലിയൊരു ടെൻറ്റുണ്ട്, എൽ ഷേപ്പിലുള്ള വലിയൊരു ടെൻറ്റ്, വലിയൊരു പന്തലുണ്ട്. ഈ മണലിൻ്റെ പുറത്തുകൂടെ ഒരു പരവതാനി വിരിച്ച് അങ്ങോട്ടിട്ടുണ്ട്. ആ പരവതാനിയിലൂടെ ഞാൻ നടന്നു ചെല്ലുമ്പോൾ അവിടെ കുറച്ച് ആളുകൾ ഇരിപ്പുണ്ട്. അവിടെ ആളുകൾക്ക് വട്ടത്തിലിരിക്കാവുന്ന ഒരു ക്യാമ്പ് ഫയർ നടക്കുന്നൊരു സ്ഥലമുണ്ട്. പിന്നെ അടുപ്പ് കൂട്ടിയിട്ടുണ്ട്, എന്തെങ്കിലും പാചകം ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമുണ്ട്. പിന്നെ വലിയൊരു പന്തലാണ്. ഈ പന്തലിനകത്താണ് ആളുകൾ പകൽ സമയത്തും കൂടാരത്തിലിരിക്കാത്ത സമയത്തൊക്കെ വിശ്രമിക്കുന്നത്. രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി മാത്രമേ ആളുകൾ ഇത്തരം കൂടാരങ്ങളിലേക്ക് പോവുള്ളൂ. അവിടെ 2 തരം കൂടാരങ്ങളുണ്ട്. ഒന്ന് സാധാരണ കൂടാരങ്ങൾ, പിന്നെ ഒന്ന് VIP കൂടാരങ്ങൾ.
VIP കൂടാരങ്ങളിൽ രാത്രി 10 മണി വരെ കറണ്ടുണ്ട്. സാധാരണ കൂടാരങ്ങളിൽ കറണ്ടേ ഇല്ല. രാത്രി ആയിക്കഴിഞ്ഞാൽ മെഴുകുതിരി കത്തിച്ച് വെക്കണം. എനിക്ക് വേണ്ടി ഏതായാലും ബുക്ക് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് സാധാരണ കൂടാരമാണ്. ആ കൂടാരത്തിൽ കറണ്ടില്ല, മെഴുകുതിരി കത്തിച്ച് വെക്കണം. ഈ പ്രധാന ടെൻറ്റിൽ ലൈറ്റുണ്ട്, അതും രാത്രി 10 മണിയാകുമ്പോൾ ഓഫാക്കും. അപ്പോൾ എനിക്കൊരു വലിയ പ്രശ്നമുണ്ട്, എൻ്റെ ബാറ്ററി രാത്രി ചാർജ് ചെയ്തെങ്കിലേ നാളെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെ അനാത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെന്ന ഉടനെ തന്നെ ഞാൻ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി മെയിൻ ബിൽഡിങ്ങിലെ മെയിൻ കൂടാരത്തിലെ ഒരു പവർ പോയിൻ്റ് കണ്ടുപിടിച്ച് അവിടെ ഇന്ന് പകൽ ഷൂട്ട് ചെയ്ത് ഡ്രെയിനായി പോയ ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യാനിട്ടു. അങ്ങനെ ഞാൻ അവിടെ കാത്തിരിക്കുമ്പോഴത്തേക്കും എനിക്കുള്ള കാപ്പിയൊക്കെ ആയിട്ട് ഒരു ടർക്കിഷ് കാപ്പിയായിട്ട് ഒരാൾ വരുന്നു, ഒരു ജോലിക്കാരൻ വരുന്നു. കയറി വരുമ്പോഴേ ഉള്ള വെൽക്കം ഡ്രിങ്കാണ് ഈ ടർക്കിഷ് കാപ്പി. അതൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുന്നു. മറ്റു ഹോട്ടലുകളിലോ റിസോർട്ടുകളിലോ കിട്ടുന്ന ഒരു സൗകര്യം ഇവിടെയില്ല, കറണ്ട് പോലുമില്ല. ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഈ കൂടാരങ്ങളിൽ നിന്നെല്ലാം അകലെ കുറച്ച് അകലെ ഒരു ഭാഗത്ത് ടോയ്ലറ്റുകളുടെ ഒരു കോംപ്ലക്സ് ഉണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് മരുഭൂമിയാണ്, വെള്ളം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം, കുളിക്കേണ്ടവർക്ക് കുളിക്കാം, അതിനുള്ള ഷവറുകൾ അവിടെയുണ്ട്. അവിടെയും ഇത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനും പകൽ സമയത്ത് ആളുകൾക്ക് വന്ന് കഥ പറഞ്ഞും പാട്ട് കേട്ടും ഒക്കെ ഇരിക്കാനുള്ള സ്ഥലമാണ് ഞാനീ പറഞ്ഞ പ്രധാന ടെൻറ്റ്. അവിടെയാണ് എല്ലാവരും പകൽ സമയത്ത് ഇരിക്കുക. പകൽ സമയത്ത് ഈ കൂടാരത്തിനകത്ത് ഇരിക്കാനേ പറ്റില്ല, അത്ര ചൂടായിരിക്കും, നല്ല വെയിലാണ് പകൽ സമയത്ത്. എന്നാൽ സന്ധ്യയാകുന്നതോടുകൂടി കാറ്റ് തുടങ്ങും, നല്ല തണുത്ത കാറ്റ്. രാത്രിയിൽ നല്ല തണുപ്പാണ്. രാത്രി തണുപ്പത്ത് ഈ വലിയ ടെൻറ്റിൻ്റെ മുമ്പിൽ ആളുകൾ ഒത്തുകൂടും, അതിനകത്തും ഒത്തുകൂടും. അതിൻ്റെ മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമ്പ് ഫയറിൻ്റെ ഫെസിലിറ്റികളുണ്ട്. അവിടെ തീ കത്തിക്കും, അവിടെ പാട്ടുകൾ നടക്കും, ഭക്ഷണം കഴിക്കാം. കൂടാതെ അവിടെ ബാർബിക്യൂ ചെയ്യാനും പാചകം ചെയ്യാനുള്ള അടുപ്പുകളുണ്ട്. അതും ഈ മുറ്റത്ത് തന്നെയാണ്. നമുക്ക് തന്നെ വേണമെങ്കിൽ ബാർബിക്യൂ ചെയ്യാം, ഇല്ലെങ്കിൽ പറഞ്ഞാൽ ഇവർ നമുക്ക് വേണ്ടി ഉണ്ടാക്കിത്തരും. അങ്ങനെ വ്യത്യസ്തമായൊരു ജീവിതം, രസകരമായ ഒരു അനുഭവമാണ് ഇനി നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. ഇതൊക്കെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ വന്നു, എൻ്റെ ടെൻറ്റ് കാണിച്ചു തരാൻ കൊണ്ടുപോവാണ്. 3-ാം നമ്പർ ടെൻറ്റാണ് എൻ്റേത്. നമ്പർ നോക്കി വെച്ചോണമെന്ന് പ്രത്യേകം പറഞ്ഞു, കാരണം രാത്രി ഇരുട്ടാണ്. ഈ കൂടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി വല്ല ടോയ്ലറ്റിലും പോയാൽ തിരിച്ചു വരുമ്പോൾ ഈ കൃത്യ നമ്പർ കണ്ടുപിടിച്ചു വേണം അകത്ത് കയറാൻ, ഇല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടാരത്തിൽ കയറി പോകും. കാരണം ഈ കൂടാരത്തിന് വാതിലെന്ന് പറയുന്നത് പൂട്ടും താക്കോലും എന്നുള്ളതല്ല, വെറുതെ ഒരു പടുത അല്ലെങ്കിൽ ഒരു ക്യാൻവാസോ ഒരു തുണി കഷ്ണമോ തൂക്കിയിട്ടിട്ടുണ്ട്, അതൊന്ന് കെട്ടിവെച്ചിട്ടുണ്ട്. ആ കെട്ടഴിച്ചാൽ നമുക്ക് അകത്ത് കയറാം. അകത്ത് 2 കട്ടിലുകളുണ്ട്, വേണമെങ്കിൽ 3 പേർക്ക് താമസിക്കാം. ഒരു ഫാമിലിയായിട്ട് കുട്ടിക്കും അച്ഛനും അമ്മയ്ക്കും താമസിക്കാവുന്ന പോലത്തെ ഒരു സംവിധാനമാണ്. പരിമിതമായ സാധനങ്ങളേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അതിനകത്ത്, ഈ കട്ടിൽ മാത്രം. ഞാൻ കട്ടിലേ കൊണ്ട് ഈ ബാഗൊക്കെ വെച്ചു, അതിനകത്തൊന്ന് കുറച്ച് നേരം ഇരുന്ന് നോക്കി. നല്ല ചൂടകത്ത് അപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അധിക സമയം അവിടെ ഇരിക്കണമെന്ന് തോന്നിയില്ല. പുറത്തിറങ്ങി, എന്നിട്ട് ഈ മെയിൻ ടെൻറ്റിലേക്ക് വീണ്ടും വന്നു. അവിടെ വന്നങ്ങനെ കാത്തിരിപ്പായി. അപ്പോൾ കൂടുതൽ ആളുകൾ മുറികളിൽ നിന്ന് വരുന്നു. വേറൊരു കൂട്ടർ, കുറച്ച് അറബി ഫാമിലികളുണ്ട് അവിടെ. അവർ ബിരിയാണി ഉണ്ടാക്കുക അവിടെ ഇരുന്നിട്ട്. എന്നെ പരിചയപ്പെട്ടു. ഈ അറബികൾ വളരെ ഫ്രണ്ട്ലിയാണ്, വളരെ സൗഹൃദപരമായിട്ടാണ് എല്ലാവരും പെരുമാറുന്നത്. ആ ബിരിയാണി ഉണ്ടാക്കുന്നു, ബിരിയാണി തയ്യാറാവുന്നു. തയ്യാറായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വന്ന് ആ പ്രധാന ടെൻറ്റിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ആളുകളെല്ലാം വിളിച്ചു, വരൂ ബിരിയാണി റെഡിയായിരിക്കുന്നു, വന്ന് കഴിക്കൂ. അപ്പോൾ എനിക്ക് അത്ഭുതമായി. നമ്മുടെ ഇന്ത്യക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടി ഒരു സംഘം വന്ന് അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പാചകം മറ്റാർക്കെങ്കിലും വിളമ്പോ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ അറബികൾ അങ്ങനെയല്ല. അവിടെ ഇരിക്കുന്ന എല്ലാവരും ക്ഷണിച്ചു. ഞങ്ങളെല്ലാം എഴുന്നേറ്റ് ചെന്നു. എനിക്ക് ചിത്രീകരിക്കാനുള്ളൊരു കഥ കൂടി കിട്ടുമെന്നുള്ളതുകൊണ്ട് ഞാൻ ക്യാമറയായിട്ട് തന്നെ ചെന്നു. വരുന്നവർക്കെല്ലാവരും ഒരു പാത്രത്തിൽ ബിരിയാണി വിളമ്പിക്കൊടുത്തു. നമ്മുടെ കേരളത്തിലെ കോഴിക്കോട്ടെ ബിരിയാണിയുടെ രുചിയൊന്നും ഇല്ലെങ്കിലും അവരുടെ ആതിഥ്യമര്യാദയുടെ ആ സ്നേഹത്തിൻ്റെയും ഒക്കെ രുചി ആ ബിരിയാണിക്കുണ്ടായിരുന്നു. ഞാൻ കുറച്ചേ വാങ്ങിച്ചുള്ളൂ, അത് കഴിച്ചു. അവർ വലിയ ഹാപ്പിയായി, നന്ദി പറഞ്ഞു. അങ്ങനെ കാത്തിരിക്കുമ്പോഴത്തേക്കും വേറൊരാൾ കയറി വന്നു. മുഹമ്മദ് പരിചയപ്പെട്ടു. നമ്മുടെ മുമ്പേ എന്നെ കൊണ്ടുവന്ന അനാത്തിൻ്റെ സഹോദരനാണ്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഡെസേർട്ട് സഫാരിക്ക് പോകേണ്ട സമയമായില്ലേ, അപ്പോൾ സൂര്യൻ പയ്യെ ചാഞ്ഞു തുടങ്ങി. അപ്പോഴത്തേക്കും ഒരു 5 മണിയൊക്കെ ആകുന്നു. നമുക്കിനി 2 മണിക്കൂർ നേരം ഡെസേർട്ട് സഫാരിയാണ്. അപ്പോൾ അവിടെ ഒരു പിക്കപ്പ് ആണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. നമ്മുടെ പിക്കപ്പ് ജീപ്പുകളുണ്ടല്ലോ മഹീന്ദ്രയുടെയൊക്കെ, അതുപോലത്തെ ഒരു പിക്കപ്പ് വണ്ടി. ഈ പിക്കപ്പ് വണ്ടിക്കകത്ത് നമുക്ക് കയറിയിരുന്ന് യാത്ര ചെയ്യാം. ഞാൻ മാത്രമേ ഉള്ളൂ മുഹമ്മദിൻ്റെ കൂടെ. വേറെയും പിക്കപ്പ് വണ്ടികൾ അവിടെയുണ്ട്. കൂടാതെ ഒട്ടകങ്ങൾ അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഒട്ടകപ്പുറത്ത് ഒക്കെ സഫാരിയല്ല ഈ വൈകുന്നേരം തുടങ്ങുക. ഒരു 4:30-5 മണി വരെ പുറത്തിറങ്ങാൻ പറ്റാത്തത്ര ചൂടാണ്. അപ്പോൾ ഈ ഡെസേർട്ടിലെ ആക്ടിവിറ്റികളെല്ലാം ആരംഭിക്കുന്നത് സന്ധ്യയോടുകൂടി ഒരു 5 മണി കഴിയുമ്പോഴാണ്. 5 മണി കഴിയുമ്പോഴാണ് സജീവമാകുക. അതുവരെ ഉറക്കം തൂങ്ങിയും പുസ്തകം വായിച്ചും പാട്ട് കേട്ടും ഒക്കെ ഈ പ്രധാന ടെൻറ്റിൽ ആളുകൾ ഇങ്ങനെ സമയം പോക്കും. ഇടയ്ക്കിടയ്ക്ക് ഓരോ കാപ്പിയോ സുലൈമാനിയോ ഒക്കെ കുടിക്കുക, എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. ചിലർ അവിടെ കിടന്ന് തന്നെ ഉറങ്ങും, ചിലർ കാറ്റ് കൊണ്ടങ്ങനെ ഇരിക്കും. അങ്ങനെയാണ്. സന്ധ്യയാകുന്നതോടുകൂടി ഒരു 5 മണി കഴിയുന്നതോടുകൂടി സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നതോടുകൂടി സജീവമാകും. പിന്നെ ഡെസേർട്ട് സഫാരികളായി, ഒട്ടക സഫാരികളായി, ഒട്ടകപ്പുറത്തുള്ള യാത്രകളായി പലവിധ പരിപാടികളുണ്ട്. അങ്ങനെ ഞാൻ ചെന്നു. അപ്പം മുഹമ്മദ് പറഞ്ഞു, ഇത് അകത്തല്ല കയറുക, പുറത്താണ്. എനിക്ക് മനസ്സിലായില്ല. ഈ പിക്കപ്പിൻ്റെ പുറത്ത് വേണം ഞാൻ നിൽക്കാൻ. മുഹമ്മദ് അകത്തിരുന്ന് ഡ്രൈവ് ചെയ്യും. പുറത്ത് നിന്നാലേ നിങ്ങൾക്ക് കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ, ഡെസേർട്ടിനെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ശരി, അങ്ങനെ തന്നെ. അങ്ങനെ ഞാൻ പിക്കപ്പിൻ്റെ പുറകിൽ ചെന്ന് കയറി. കയറാൻ അങ്ങേരെ എന്നെ സഹായിച്ചു.
പുറകിൽ കയറി ഞാൻ ആ ഗ്രില്ലിൽ പിടിച്ചങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കൈ ക്യാമറയുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സൂക്ഷിച്ച് 2 കൈ കൊണ്ട് പിടിച്ചോളൂ, കാരണം ഡെസേർട്ടിലൂടെയുള്ള യാത്രയാണ്, അത് ആടി ഒലഞ്ഞാണ് പോവുക, മറിഞ്ഞു വീഴും. ഞാൻ പറഞ്ഞു എനിക്ക് ക്യാമറ താഴെ വെക്കാൻ പറ്റില്ലല്ലോ, ഞാൻ ശ്രദ്ധിച്ചു നിന്നോളാം. അപ്പോൾ അന്നേരം മുഹമ്മദ് പറഞ്ഞു എൻ്റെ സ്പീഡ് കൂടുകയോ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഒരുവൊക്കെ ചെയ്താൽ നിങ്ങൾ എങ്ങനെ എന്നെ അറിയിക്കും? അപ്പോൾ എനിക്കും സംശയം, എങ്ങനെ അറിയിക്കും, വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ മുഹമ്മദ് പറഞ്ഞു ഈ ക്യാബിനുണ്ടല്ലോ, ഡ്രൈവേഴ്സ് ക്യാബിൻ്റെ മുകളിൽ 2 അടി അടിച്ചാൽ മതി, അപ്പം ഞാൻ വണ്ടി നിർത്തിക്കോളാം. ശരി, ഞങ്ങൾ സമ്മതിച്ചു. അങ്ങനെ ആ ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ യാത്രയാവുകയാണ്. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒട്ടകപ്പുറത്ത് ആളുകൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന കാണാം. 6-7 പേര് ഒട്ടകപ്പുറത്ത് ഇങ്ങനെ, അതെല്ലാം ടൂറിസ്റ്റുകളാണ്. ഒട്ടകക്കാരൻ ഈ ഒട്ടകത്തിൻ്റെ കയറും പിടിച്ച് ഇങ്ങനെ മുമ്പേ പോകുന്നുണ്ടാവും. ഇതൊക്കെ രസകരമായ കാഴ്ചയാണ്. വിജനമായ മരുഭൂമി, അവിടെ ഇങ്ങനെ ഒട്ടകങ്ങളുടെ സംഘങ്ങൾ ഇങ്ങനെ ലൈനൊപ്പിച്ച് നടന്നു പോകുന്നു. 1-2 സംഘങ്ങളല്ല, പല സംഘങ്ങൾ. വണ്ടി ഇങ്ങനെ മരുഭൂമി കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ രസകരമായ കാഴ്ചയാണ്. അപ്പോൾ ഓടുമ്പോൾ ഒരു വശത്ത് പാറക്കെട്ടുകളാണ്, മലകളാണ്, അതിൻ്റെ താഴ്വാരത്ത് സമതലങ്ങളാണ്. ഈ സമതലങ്ങളിലൂടെ പാറക്കെട്ടിൻ്റെ വശം ചേർന്നാണ് നമ്മൾ ഓടുന്നത്. ഈ പാറക്കെട്ടുകളൊക്കെ നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് മണൽക്കാറ്റടിച്ചും വെള്ളം കുത്തിയൊഴുകിയും ഒക്കെ വിവിധ രൂപങ്ങൾ പ്രാപിച്ചതാണ്. വളരെ രസകരമായ കൗതുകകരമായ രൂപങ്ങളാണ്. ഏതൊരു സിനിമാക്കാരനും ഇവിടെയൊക്കെ വെച്ചൊരു സിനിമ ചിത്രീകരിക്കാൻ ആഗ്രഹിച്ചു പോകും. അതുകൊണ്ടാണല്ലോ ലോറൻസ് ഓഫ് അറേബ്യ മുതൽ നിരവധിയായ ഹോളിവുഡ് സിനിമകളും മലയാള സിനിമ പോലും ആ ലൊക്കേഷനെ തിരഞ്ഞെടുത്തതിൻ്റെ കാര്യം. അതിമനോഹരമായ സ്ഥലങ്ങളാണ്. അതിലൂടെയുള്ള യാത്ര അവിസ്മരണീയമാണ്. നമ്മളിങ്ങനെ പോകുമ്പോൾ മറ്റു വാഹനങ്ങളും ഇങ്ങനെ പോകുന്ന കാണാം. ഞാൻ പുറകോട്ട് തിരിഞ്ഞു നിന്നും മുന്നോട്ട് തിരിഞ്ഞു നിന്നും ഒക്കെ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഓടി നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റോപ്പിലേക്ക് എത്തുകയാണ്. അവിടെ വലിയൊരു പന്തലാണ്. ആ പന്തലിൻ്റെ മുമ്പിൽ കുറേ വാഹനങ്ങൾ നിരന്ന് കിടക്കുന്നുണ്ട്, കുറേ ഒട്ടകങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്, ചില ഒട്ടകങ്ങൾ നിൽക്കുന്നുണ്ട്, കുറേയേറെ ടൂറിസ്റ്റുകളുണ്ട്. നമ്മുടെ മുഹമ്മദും വണ്ടി അവിടെ കൊണ്ടുപോയി നിർത്തി. എന്നോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി. ഈ പറഞ്ഞ വലിയ പന്തലുണ്ടല്ലോ, ഈ പന്തലിനകം വലിയൊരു സൂവനീർ ഷോപ്പാണ്. ബന്ധുക്കൾ, ആ പ്രദേശത്ത് വസിക്കുന്ന ബന്ധുക്കൾ അവരുടെ വീട്ടിലുണ്ടാക്കുന്ന പല ഉൽപ്പന്നങ്ങളും വിൽക്കാൻ കൊണ്ട് നോക്കുന്ന സ്ഥലമാണ്. അവർ വീടുകളിലുണ്ടാക്കുന്ന സോപ്പുകളുണ്ട്, സുഗന്ധലേപനങ്ങളുണ്ട്, വസ്ത്രങ്ങളുണ്ട്, ഇതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് വാങ്ങാം. പക്ഷേ വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും നമ്മൾ ഇതിനകത്തോട്ട് കയറി ചെല്ലുമ്പോഴേ നമുക്ക് ഓരോ കാപ്പി തരും, വേണ്ടവർക്ക് ചായയും തരും. അതിങ്ങനെ ഒരു അടുപ്പിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിങ്ങനെ ഊറ്റിത്തരും. അത് സൗജന്യമാണ്. കയറി വരുന്നവർക്കെല്ലാം സൗജന്യമാണ്. നമ്മൾ വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും ഇത് കിട്ടും. എല്ലാവരും ചെന്ന് ഓരോ കാപ്പി വാങ്ങുന്നു, ചിലരെന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങുന്നു, അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം. പക്ഷേ അതിൻ്റെ മുമ്പിൽ വലിയൊരു മണലിൻ്റെ മലയുണ്ട്, മണൽക്കുന്ന്, വലിയൊരു മണൽക്കുന്നാണ്. ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ആളുകൾ പിടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മണലിൽ കൂടെ മല കയറുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ, നമ്മൾ ചവിട്ടുമ്പോൾ ഇടിഞ്ഞിടിഞ്ഞ് പോരും. പക്ഷേ അതിലൂടെ ചവിട്ടി ആളുകൾ കയറുന്നു, നിരവധി ആളുകൾ. അതിൻ്റെ മുകളിൽ കയറാമെന്ന് ഞാനും തീരുമാനിച്ചു. അങ്ങനെ നടന്നു. മനോഹരമായ പ്രദേശമാണ്, അതിസുന്ദരമായ പ്രദേശം. അവിടെ ഈ മനുഷ്യരും ഒട്ടകങ്ങളും വാഹനങ്ങളും ഈ വലിയ പന്തലും ഇതെല്ലാം ചേർത്ത് മനോഹരമായ ദൃശ്യങ്ങളാണ്. ഞാൻ ഈ മണലിൻ്റെ മുകളിലേക്ക് കയറി തുടങ്ങി. കയറുമ്പോൾ മനസ്സിലായി അത്ര എളുപ്പമല്ലെന്ന്. പക്ഷേ ഇങ്ങനെ ചവിട്ടി മണലിനെ ചവിട്ടി മണൽക്കുന്നിൻ്റെ മുകളിലേക്ക് കയറി. എൻ്റെ കൂടെ കുറേ ആളുകളും കയറുന്നുണ്ട്. മണൽക്കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച അതിസുന്ദരമാണ്. താഴെ ഈ വലിയ പന്തൽ, അതിന് മുമ്പിൽ ഒട്ടകങ്ങൾ, വണ്ടികൾ, വന്ന ആളുകൾ, അതിരുകളില്ലാതെ പരന്ന് കിടക്കുന്ന മരുഭൂമി, അതിൻ്റെ ഒരു അതിരിൽ സൂര്യൻ അങ്ങനെ അസ്തമിക്കാനായിട്ടുള്ള സമയം അടുത്തു വരുന്നു. ആകാശത്തിനൊരു ചുവന്ന നിറമായിരിക്കുന്നു. ആ കാഴ്ചകളെല്ലാം അവിടെ ഒന്ന് പകർത്തിയെടുത്തു. പിന്നെ താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോഴത്തേക്കും മുഹമ്മദ് പറഞ്ഞു നമുക്ക് യാത്ര തുടരണ്ടേ, വണ്ടിയെ കയറിക്കോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ വന്ന തരത്തിലുള്ള പിക്കപ്പിൽ വന്ന കുറേ ആളുകൾ അവിടെ നിന്ന് ഈ വണ്ടി മാറ്റി ഇനി ഒട്ടകപ്പുറത്ത് യാത്ര തുടങ്ങാൻ പോവുകയാണ്. ഈ ഒട്ടകപ്പുറത്തുള്ള യാത്ര നമ്മൾ കരുതുന്ന പോലെ അത്ര എളുപ്പമല്ല, സുഖകരമല്ല. അതിനകത്തിരുന്ന് ഈ ഒട്ടകത്തിൻ്റെ കുലുക്കത്തിനനുസരിച്ച് ഇരുന്ന് യാത്ര ചെയ്യണമെങ്കിൽ ഇത്തിരി ദുഷ്കരമാണ്. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ ഒട്ടകപ്പുറത്ത് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. ഒട്ടകം കിടക്കുമ്പോഴാണ് നമ്മൾ കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഒട്ടകം എഴുന്നേക്കും. 2 കാലുകൾ കുത്തി പിന്നെ പൊങ്ങുമ്പോൾ നമ്മൾ മുമ്പോട്ട് കമഴ്ന്ന് വീഴുന്ന അവസ്ഥയിലേക്ക് എത്തും. പിന്നെ അവൻ നിവരും. അപ്പോഴത്തേക്കും നമ്മളൊന്ന് ഇളകി ആടും. അങ്ങനെ ആ കാഴ്ചയിൽ നിന്ന് വീണ്ടും യാത്രയാകണം. മനോഹരമായ മരുഭൂ കാഴ്ചകൾ കണ്ടുള്ള യാത്രയാണ്. പോകുമ്പോൾ ഒരു സൈഡ് മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ കുത്തനെ നിൽക്കുന്ന പാറക്കെട്ടുകളാണ്. ഈ കുത്തനെയുള്ള പാറക്കെട്ടുകളിൽ ഈ ക്ലിഫ് ക്ലൈംബിംഗ് എന്ന് പറയുന്ന പാറകയറ്റത്തിന് വേണ്ടിയിട്ട് വരുന്ന ധാരാളം സാഹസികർ വരുന്നൊരു സ്ഥലമാണ്. ഇതിൽ അള്ളിപ്പിടിച്ച് പൊത്തുകളിൽ പിടിച്ച് മുകളിലേക്ക് കയറുക. അത്തരത്തിൽ ക്ലിഫ് പോലെ കുത്തനെ മുകളിലേക്ക് കിടക്കുന്ന പാറക്കെട്ടുകളാണ്. അതിലൊക്കെ പ്രകൃതി ഉണ്ടാക്കിയ കൊത്തുപണികളൊക്കെ ഉണ്ട്. അതിൽ പിടിച്ച് ആളുകൾ കയറുന്ന വലിയ സാഹസിക വിനോദങ്ങളൊക്കെ നടക്കാറുണ്ട്. കുറച്ചുകൂടെ ചെന്ന് കഴിയുമ്പോൾ ഈ ഭാഗത്തൊക്കെ പാറകളിൽ മനുഷ്യർ വരച്ചിട്ട നിരവധി ചിത്രങ്ങളുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും വരച്ചതല്ല, 2000, 3000, 4000, 5000 വർഷം മുമ്പ് വരെ മനുഷ്യൻ വരച്ച ചിത്രങ്ങളുണ്ട്. അവിടെ ഒരിടത്ത് വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി. ഞാനത് ആ ദൃശ്യങ്ങളൊക്കെ പകർത്തിയെടുത്തു.
ധാരാളം ടൂറിസ്റ്റുകൾ അവിടെയും വരുന്നുണ്ട്. പാറയുടെ വിള്ളലുകളിൽ, പാറയുടെ ഉപരിതലത്തിൽ ഒക്കെ നിരവധി ചിത്രങ്ങൾ, പ്രാകൃത മനുഷ്യർ, ആദിമ മനുഷ്യർ വരച്ചിട്ട ചിത്രങ്ങളാണ്. അതിൽ പലതിലും ഒട്ടകമാണ് കഥാപാത്രം തന്നെ. മനുഷ്യന് അക്കാലത്തും ഏറ്റവും അടുപ്പമുള്ള ജീവി ഒട്ടകമായിരുന്നു എന്നാണ് ആ ചിത്രങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നത്. അവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ ചിത്രീകരിച്ച് മറുവശത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒട്ടകപ്പുറത്തേറിയ ആളുകൾ പോകുന്ന കാണാം. ഈ ഒട്ടകങ്ങളുടെ സംഘങ്ങൾ, ചിലത് ഓടുകയാണ് ഒട്ടകങ്ങൾ. ഈ ഒട്ടകങ്ങൾ ഓടുമ്പോൾ ഒട്ടകപ്പുറത്തിരിക്കുന്ന ബതുക്കളിലെ കാണാം. ആ നാട്ടുകാരായ ബതുക്കൾ ഒട്ടകപ്പുറത്ത് പോകുന്ന കാഴ്ച മനോഹരമായ കാഴ്ചയാണ്. അങ്ങനെ ഈ ഒട്ടകം ഓടുമ്പോൾ ആ പുറത്തിരിക്കുന്നയാളുടെ രൂപം, അയാളിരിക്കുന്ന ഒരു രീതി, അതൊക്കെ വിചിത്രമാണ്, വളരെ കൗതുകകരമാണ്. ഒട്ടകം ഓടുമ്പോൾ ഒട്ടകപ്പുറത്ത് അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പിന്നാലെ പോകുന്ന ആളുകളുടെ ഇരിപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പരിസരത്തൊക്കെയാണ് ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ ചിത്രീകരിച്ചത്. ആടുജീവിതം ചിത്രീകരിച്ചെന്നത് മാത്രമല്ല, കോവിഡ് കാലത്ത് ഇവിടെ കുടുങ്ങിപ്പോയ ആടുജീവിതത്തിൻ്റെ സംഘം, പൃഥ്വിരാജും ബ്ലസ്സിയും ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം എത്രയോ മാസങ്ങൾ അതിജീവിച്ചത് ഈ മരുഭൂമിയിലാണ്. വിചിത്രമായൊരു സ്ഥലം. ഈ ഒരു വിജനഭൂമിയിൽ എത്രയോ മാസങ്ങൾ അവർ കഴിഞ്ഞു. അതുപോലെ തന്നെ എത്രയോ ഹോളിവുഡ് സിനിമാ സംഘങ്ങളും ഇവിടെ മാസങ്ങളോളം താമസിച്ചു. കോവിഡ് കാലത്ത് പെട്ടുപോയ പോലെ ആയിരുന്നില്ല ഹോളിവുഡ് സിനിമാക്കാരുടെ താമസം. പക്ഷേ അതെല്ലാം ഈ സ്ഥലത്തായിരുന്നു, ഈ പ്രദേശത്തായിരുന്നു. ആ കാഴ്ചകളിൽ നിന്ന് വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ്. വീണ്ടും ഓടുമ്പോൾ നമുക്ക് മുന്നേയും മറ്റു വാഹനങ്ങൾ ഓടുന്നുണ്ട്, ഒട്ടകങ്ങൾ സൈഡിൽ കൂടെ പോകുന്നുണ്ട്, വിചിത്രമായ ഭൂഭാഗങ്ങളിലൂടെയാണ് പോകുന്നത്. അങ്ങനെ ഓടി ഓടി കൂറ്റൻ 2 മലകളുടെ ഒരു ഇടുക്കിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. ആ മലയുടെ വമ്പൻ ഒരു മലയിടുക്ക്, അതിന് സമീപത്ത് വണ്ടി കൊണ്ടുപോയി നിർത്തി. ഞാൻ ഇറങ്ങി. അവിടെയും കുറേ ആളുകൾ, എല്ലാ ആളുകളും ഈ വൈകിട്ടത്തെ ഡെസേർട്ട് സഫാരിക്ക് പോകുന്ന ആളുകളെല്ലാം സ്ഥിരമായി എത്തുന്ന സ്പോട്ടുകളാണിതൊക്കെ. മറ്റ് നിരവധി വാഹനങ്ങൾ അപ്പോഴത്തേക്കും ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്നു, അതിൽ നിന്നെല്ലാം ആളുകൾ ഇറങ്ങുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു മധ്യവയസ്സ് പിന്നിട്ട് ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ ഇങ്ങനെ പുറത്തേറ്റി, ചുമലിലേറ്റി ഇങ്ങനെ നടന്നു പോകുന്നു. സ്ത്രീ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി പലപ്പോഴും ഇത്തരം കാഴ്ചകൾ നമ്മൾ കാണുന്നത് ചെറുപ്പക്കാരിങ്ങനെ അഭ്യാസങ്ങൾ കാണിക്കും. യുവതിയുവാക്കൾ, കാമുകന്മാർ, അല്ലെങ്കിൽ ഈ ഹണിമൂൺ ട്രിപ്പിന് പോകുന്നവരൊക്കെ ഇങ്ങനെ ചില അഭ്യാസങ്ങൾ കാണിക്കും. ഇത് പ്രായമായ ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ പുറത്തേറ്റി ഇങ്ങനെ പോകുന്നു. സ്ത്രീ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നു, ഇവർ തമാശ കാണിക്കുന്നു. ഇങ്ങേരുടെ വാർദ്ധക്യത്തിലൊരു തമാശ. സ്ത്രീക്ക് ഇതെന്തിൻ്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനതിൻ്റെ ഒരു 2 ഷോട്ടൊക്കെ എടുത്തു വെച്ചു. അത് കഴിഞ്ഞ് മറ്റു കാഴ്ചകളിലേക്ക് പോയി. അവിടെ ഈ പറഞ്ഞ ആളുകൾ വന്ന് നിൽക്കുന്നത് ഒരു ക്ലിഫിൻ്റെ വക്കിലാണ്. അങ്ങ് താഴേക്ക് നോക്കി കഴിയുമ്പം അതിവിശാലമായ മരുഭൂ കാഴ്ചയാണ്, ഒരു താഴ്വാര കാഴ്ചയാണ്, അതിമനോഹരമായ ദൃശ്യങ്ങളാണ്. അവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല തണുത്ത കാറ്റടിക്കാൻ തുടങ്ങി. കാറ്റിൻ്റെ ശക്തി കൂടിക്കൂടി വരുന്നു. അന്തരീക്ഷത്തിന് തണുപ്പായി കഴിഞ്ഞു. പകലത്തെ ചൂട് എവിടെയോ പോയി. നല്ല തണുപ്പിൻ്റെ സുഖകരമായ കാലാവസ്ഥ. എവിടെയും കടൽ തീരത്തെന്ന പോലെ മണൽ വിരിഞ്ഞ് കിടക്കുന്ന, ബീച്ച് പോലെ കിടക്കുന്ന മണൽ, നോക്കത്താ ദൂരം മണൽ. വീണ്ടും വണ്ടിയിൽ കയറി യാത്ര ചെയ്യുന്നു. ഒരു 2-3 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവാം. ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ 2 പർവ്വതങ്ങളുടെ ഇടുക്കിലൂടെയാണ്. 2 പർവ്വതങ്ങൾ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നു. അതിൻ്റെ ഇടുക്കിൽ നമ്മൾ സിക്കിലൂടെ യാത്ര ചെയ്തല്ലോ കഴിഞ്ഞ ദിവസം. എന്ന് പറഞ്ഞതുപോലെ തന്നെ 2 മലകൾക്കിടയിലുള്ള ഒരു താഴ്വാരത്തൂടെ ഇങ്ങനെ ഓടുകയാണ്. താഴ്വാരം മുഴുവൻ മണലാണ്. കുറേ ദൂരം കൂടെ ഓടി നമ്മൾ സിക്ക് ലോറൻസ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. സിക്ക് എന്ന് പറഞ്ഞാൽ മലയിടുക്ക് തന്നെയാണ്. സിക്ക് ലോറൻസിൻ്റെ പേരിലുള്ള സിക്ക്. ടി ലോറൻസ് എന്ന ബ്രിട്ടീഷ് പട്ടാള ഓഫീസർ ഒരു കാലത്ത് താമസിച്ചിരുന്ന സ്ഥലം എവിടെ? ചരിത്രമുള്ളൊരു സ്ഥലമാണ്. അതിന് പേര് വരാൻ കാര്യം എന്താണെന്നറിയോ? ഇവിടുത്തെ അറബി സൈന്യത്തെ, അറബി ഗറില്ല പോരാളികളെ, ഗറില്ല യുദ്ധമുറകളൊക്കെ ഈ ലോറൻസ് പഠിപ്പിച്ചത് ഇവിടെയായിരുന്നു. ഈ മലയിടുക്കിൽ വെച്ച് രഹസ്യമായിട്ടാണ് പഠിപ്പിച്ചിരുന്നത്. അദ്ദേഹം ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഈ മലയിടുക്ക് ഇവരുടെ ഒരു സൈനിക താവളമായിരുന്നു, ഈ ഗറില്ല യുദ്ധക്കാരുടെ. അവിടെ ഒരു ഭാഗത്തേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ മലയുടെ ഇടുക്കിൽ, ഒരു മലയുടെ അടിയിലെന്ന് വേണേൽ പറയാവുന്ന പോലെ ഒരു പന്തലിട്ടിട്ടുണ്ട്, ഒരു ടെൻറ്റുണ്ട്. അതിനുള്ളിലേക്ക് ടൂറിസ്റ്റുകളെല്ലാം കയറിപ്പോകുന്നു. ഞാൻ അവിടേക്ക് കയറി ചെന്നു. അവിടെ പണ്ട് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ക്യാമ്പ് അവിടെ പ്രവർത്തിക്കുന്നില്ല. പക്ഷേ അവിടെ വലിയൊരു പന്തലുണ്ട്. അതിനകത്ത് സുവനീർ കടകളാണ്. കരകൗശല വസ്തുക്കൾ, ബതുക്കളുടെ പലവിധ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ, ശില്പങ്ങൾ പലതുമുണ്ട്. കൂടാതെ അവിടെ കയറി ചെല്ലുന്നവർക്കെല്ലാം മുമ്പേ കണ്ടതുപോലെ തന്നെ കാപ്പിയും ചായയും യഥേഷ്ടം കിട്ടും. ഞാനും അവിടെ പോയി 2ാമതൊരു കാപ്പിയും കൂടെ കുടിച്ചു. നല്ല ടർക്കിഷ് കാപ്പി. ആ കാപ്പി അവിടെ ഇരുന്ന് മൊത്തി കുടിക്കുക, ആ പരിസരത്തെ കാഴ്ചകൾ കാണുക, അവിടുത്തെ തണുപ്പ് അനുഭവിക്കുക, ആ ആംബിയൻസിനെ എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മൾ ഈ ഭൂമിയിൽ തന്നെയാണോ ജീവിക്കുന്നത് നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു അനുഭവമാണത്. കുറേ നേരം അവിടെ ഇരുന്നു. ഈ കാഴ്ചകളൊക്കെ കണ്ടു. ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. പുതിയ പുതിയ വണ്ടികൾ വന്ന് നിൽക്കുന്നു. ഒട്ടകപ്പുറത്ത് വരുന്നവർ കടന്നു പോകുന്നു. ഈ കാഴ്ചകളെല്ലാം കണ്ട് അവിടുത്തെ ദൃശ്യങ്ങളെല്ലാം പകർത്തിയെടുത്ത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് മുഹമ്മദ് വിളിച്ചു, നമുക്കിനി സൺസെറ്റ് കാണണ്ടേ, ഇനി താമസിച്ചാൽ സൂര്യൻ അങ്ങ് താഴോട്ട് പോകും. ഞാൻ ചെന്ന് ഇങ്ങനെ പിക്കപ്പിൻ്റെ പുറകിൽ കയറി വീണ്ടും ഓടുകയാണ്. വീണ്ടും ഓടി കുറേ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു വലിയ പാറക്കെട്ടിൻ്റെ താഴ്വാരത്തേക്ക് എത്തുന്നു. വലിയൊരു പാറക്കെട്ട്, മരുഭൂമിയുടെ നടുക്ക് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു പാറക്കെട്ട്.
അതിന് ചുവട്ടിൽ കുറേ വാഹനങ്ങൾ എത്തിയിട്ടുണ്ട്. ആ വാഹനങ്ങളിൽ നിന്നെല്ലാം ആളുകൾ ഇറങ്ങുന്നു. ഞാനും ഇറങ്ങി. എന്നിട്ട് മുഹമ്മദ് പറഞ്ഞു, ഈ പാറക്കെട്ടിൻ്റെ മുകളിൽ കയറിയാൽ ഗംഭീര അനുഭവമാണ്, താഴെ നിന്നാൽ നിങ്ങൾക്ക് അനുഭവം കിട്ടില്ല, അപ്പോൾ കുറച്ച് പാടാണ് അതിൻ്റെ മുകളിലേക്ക് കയറാൻ. ഞാൻ ഏതായാലും കയറാൻ തീരുമാനിച്ചു. അങ്ങനെ അള്ളിപ്പിടിച്ച് പാറക്കെട്ടിൻ്റെ പാർശ്വത്തിലൂടെ പിടിച്ച് കഷ്ടപ്പെട്ട് മുകളിൽ കയറി. മുകളിൽ കയറുമ്പോൾ 2-3 പാറകളുണ്ട്. അതിൽ വേറൊരു പാറയുടെ മുകളിലാണ് കൂടുതൽ ആളുകൾ. ഞാൻ അധികം ആളുകളില്ലാത്ത ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ കയറിയിരുന്നു. അവിടെ 2-3 പേരെ എൻ്റെ കൂടെ ഉള്ളൂ. പടിഞ്ഞാറേ ചക്രവാളത്തിൽ അങ്ങകലെ ചുവന്ന് പഴുത്ത ഒരു ഇരുമ്പ് തളിക പോലെ സൂര്യൻ അങ്ങനെ താന്നുകൊണ്ടിരിക്കുകയാണ്. അന്തരീക്ഷത്തിന് മറ്റൊരു ഭാവം. പകലത്തെ ചുട്ടുപഴുത്ത ഭൂമിയല്ല. സൂര്യൻ വിടവാങ്ങുമ്പോൾ അന്തരീക്ഷമാകെ തണുത്തിരിക്കുന്നു. നല്ല തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര സമയം വേണമെങ്കിലും നമുക്കിവിടെ ഇരിക്കാൻ തോന്നും. ചുറ്റും വിശാലമായ ശൂന്യത, മരുഭൂമിയുടെ കാഴ്ചകൾ മാത്രം, ഇളം കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന മരുഭൂമി. ഞാൻ വിചാരിച്ചു, ആ പാറക്കെട്ടിന് മുകളിൽ ഇന്നവിടെ കിടന്നുറങ്ങിയാലോ, എന്തിനാണ് ടെൻറ്റിൽ പോകുന്നത്, അതിസുന്ദരമായ സ്ഥലമല്ലേ. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു, കുറച്ചേറെ നേരം അവിടെ ഇരുന്നു. മുഹമ്മദ് വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ, അതുവരെ ഇരിക്കാമെന്ന് തീരുമാനിച്ചു. നേരെ ഇരുണ്ട് വന്നു. മുഹമ്മദ് വിളിച്ചു, പോണ്ടേ. അപ്പോഴത്തേക്കും മറ്റുള്ളവരൊക്കെ പയ്യെ ഇറങ്ങി തുടങ്ങിയിരുന്നു. ഞാനും ഈ പാറക്കെട്ടിലൂടെ പിടിച്ച് താഴെ ഇറങ്ങി. മുഹമ്മദിൻ്റെ കാറിൽ ഞങ്ങൾ വീണ്ടും നമ്മുടെ ക്യാമ്പിലേക്ക് എത്തി. ക്യാമ്പിലെത്തുമ്പോഴത്തേക്കും ക്യാമ്പിൻ്റെ നിറവാകെ മാറി, ഇരുട്ട് വീണ് കഴിഞ്ഞു. അവിടെ ഇവിടെയെല്ലാം വിളക്കുകൾ തെളിഞ്ഞു. ഈ മെയിൻ ടെൻറ്റിൽ ആ പന്തലുണ്ടല്ലോ, അവിടെ ലൈറ്റുണ്ട്, ബൾബ്, കറണ്ടുണ്ട്. അത് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതിയുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു ആംബിയൻസിലേക്ക് മാറി, നല്ല കളർഫുള്ളായി മാറി. ഈ പ്രധാന ടെൻറ്റിലേക്ക് ആളുകൾ വന്നു തുടങ്ങി. ഇനി രാത്രി 10 മണി വരെ ഈ വലിയ പന്തലിൻ്റെ ചവിട്ടിലാണ് ആഘോഷം, അത്താഴം, കലാപരിപാടികളൊക്കെ. ക്യാമ്പ് ഫയർ നടക്കുന്ന ആ ആഴിയിൽ തീ കത്തുന്നുണ്ട്. അതിന് ചുറ്റും ആളുകൾ കൂടിയിരിക്കുന്നു. നല്ല തണുത്ത കാറ്റുണ്ട്. നമ്മുടെ ഈ ക്യാമ്പിൻ്റെ പിൻഭാഗം വലിയൊരു പാറക്കെട്ടാണ്. ആ പാറക്കെട്ടിനെ ആണ് ഇവിടേക്ക് കാറ്റടിക്കാതെ സംരക്ഷിച്ച് നിർത്തുന്നത്. എങ്കിലും ആ പാറച്ചെരുവിലൂടെ ഇടയ്ക്കിടയ്ക്ക് കാറ്റ് ഇങ്ങോട്ടും വരും. രാത്രിയിലെ വിളക്കുകളൊക്കെ തെളിഞ്ഞു കഴിയുമ്പോഴേക്കും മറ്റൊരു ആംബിയൻസാണ്, വേറെ ഒരു ലോകത്തെത്തിയതുപോലെയാണ്. ആധുനിക ജനസമൂഹങ്ങളിൽ നിന്ന്, എൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ വിജനമായ ഒരു മരുഭൂമിയിൽ ഞങ്ങൾ ഏതാനും ആളുകൾ ക്യാമ്പ് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും ഊതെന്ന് പറയുന്ന സംഗീതോപകരണമായിട്ട് ഒരു കലാകാരൻ വന്നു. അയാൾ പാട്ടുകൾ പാടി തുടങ്ങി. കൈയടിക്കുന്ന, കൈത്താളമിട്ട് വേറൊരാളും കൂടെ വന്നു. അറബി സംഗീതം, അത് ഗംഭീര അനുഭവമാണ്. ഭക്ഷണം അപ്പോഴത്തേക്കും വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ മലയിടുക്കി വെച്ച് കണ്ട ആ പ്രായമായ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ചുവലിൽ തൂങ്ങിക്കിടന്ന സ്ത്രീയും അവരങ്ങനെ തന്നെ ഇതാ വരുന്നു. ആ സ്ത്രീയെ ചുവന്നുകൊണ്ട് ഈ മനുഷ്യൻ എൻ്റെ തൊട്ടടുത്ത കസേര വന്നു. ആ സ്ത്രീയെ ആ സീറ്റിലേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് ഇദ്ദേഹം തൊട്ടടുത്തുള്ള കസേരയിലിരുന്നു. എൻ്റെ നേരെ നോക്കി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ സ്ത്രീയുടെ 2 കാലും തളർന്നു പോയതാണ്. ഇവർക്ക് നടക്കാൻ കഴിയില്ല. ഞാനിവരെക്കുറിച്ച് എന്താണ് കരുതിയിരുന്നത്? ആ മനുഷ്യൻ എന്നെ പരിചയപ്പെട്ടു. ഞാനിങ്ങനെ ലോകയാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം, സ്നേഹം, ആദരവ്. ഞങ്ങൾ കൂടുതൽ അടുത്തു. ഏറെ നേരം സംസാരിച്ചു. ആ പാട്ട് പശ്ചാത്തലത്തിൽ മുഴങ്ങുമ്പോൾ ഞങ്ങൾ സംസാരിച്ചത് ഇവരുടെ ജീവിത കഥകളാണ്. കോളേജ് കാലത്തെ പ്രണയമായിരുന്നു. ആ കോളേജ് കാലം മുതൽ ഇവരുടെ ഹോബി പര്യവേഷണങ്ങളായിരുന്നു, മലകയറ്റമായിരുന്നു, കടലിലൂടെയുള്ള യാത്രകളായിരുന്നു. അങ്ങനെ ഒരു യാത്രയിൽ ഒരു അപകടത്തിൽ ഈ കൂട്ടുകാരിയുടെ ശരീരം തളർന്നുപോയി. അവരാകെ നിരാശയിലായി. ഒന്നിച്ച് ലോകയാത്ര നടത്തിയവർ, ഈ ലോകം മുഴുവൻ കാണണമെന്ന വാശിയോടെ ഒന്നിച്ച് ജീവിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടവർ, ഇതാ പാതി വഴിയിൽ യാത്ര അവസാനിക്കുന്നു. അവർ തളർന്നില്ല. ഇനിയൊരിക്കലും നടക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ കാമുകിയുമായി ആ മനുഷ്യൻ യാത്രകൾ തുടർന്നു. 40 വർഷമായി ഈ അപകടം കഴിഞ്ഞിട്ട്, 40 വർഷമായി സ്വന്തം ചുമലിൽ ഈ കൂട്ടുകാരിയെ ഏറ്റിക്കൊണ്ട് ഇയാൾ സഞ്ചരിക്കുകയാണ്. ഇന്നും സഞ്ചാരം തുടരുന്നു, ഇനിയും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ ക്യാമ്പിൽ മറ്റുള്ളവരൊക്കെ സംഗീതം ആസ്വദിക്കുമ്പോൾ, ഭക്ഷണം ആസ്വദിക്കുമ്പോൾ, ആ ഇളങ്കാറ്റിൽ ആ പ്രദേശത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ ഞാൻ ഈ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചാണ് ചിന്തിച്ചിരുന്നത്. ഇവരല്ലേ യഥാർത്ഥ സഞ്ചാരികൾ? ഈ ക്യാമറയും തൂക്കി ലോകം കാണുകയും അത് ദൃശ്യങ്ങളായി നാട്ടുകാരെ കാണിക്കുകയും ചെയ്യുന്ന ഞാനാണോ സഞ്ചാരി? മറ്റാരെയും കാണിക്കാനില്ലാത്ത ജീവിതാനുഭവങ്ങൾ തേടി സ്വന്തം പ്രണയിയെ ചുമലിലേറ്റി നടക്കുന്ന ഈ മനുഷ്യനല്ലേ യഥാർത്ഥ സഞ്ചാരി? ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പിരിഞ്ഞു. കാമുകിയെ ചുമലിലിട്ട് ആ വൃദ്ധൻ നടന്നകന്നു. ആ ഇരുട്ടിലൂടെ എൻ്റെ ടെൻറ്റിലേക്ക് നടക്കുമ്പോഴും ഈ 2 വിശ്വസഞ്ചാരികളെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു എൻ്റെ മനസ്സിൽ. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ
ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ.